ഹായ് സർ. നമസ്കാരം. നമസ്കാരം. എന്താണ് കണ്ണൂരിനെ പറ്റി പറയാനുള്ളത്? കണ്ണൂരിനെ പറ്റി എന്താ പറയാനുള്ളത്? കണ്ണൂരിനെ പറ്റിയിട്ട് എപ്പോഴും കേട്ടോണ്ടിരുന്നിട്ട് ഇപ്പൊ ഇവിടെ വന്നോടെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഓർഡർ ചെയ്തു ഭക്ഷണങ്ങളെല്ലാം. കല്ലുമക്ക ബിരിയാണി ഓർഡർ ചെയ്ത് ഇതെല്ലാം ഓർഡർ ചെയ്ത് വെച്ചേക്കാം. അത് വേറെ ഒന്നുമില്ല, കൺസൾട്ട് ചെയ്ത് വേറൊരാളും കൂടി വരണ്ടല്ലോ, പുള്ളിക്കും കൂടി വേണ്ടിയിട്ടുള്ള ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഇവര് സോഫ്റ്റ് ലോഞ്ച് ചെയ്തപ്പോഴേ, നക്ഷത്ര സോഫ്റ്റ് ലോഞ്ച് ചെയ്തപ്പോ അവരുടെ വീഡിയോസ് കണ്ടിടത്തേക്ക് അറിയാൻ പറ്റും. അവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് ഫുള്ള് ഇവരിവിടെ വരുന്നു എന്ന് പറഞ്ഞിട്ട് ഷംനെ ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാർ, ഷംനെ ഫോളോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പ്രത്യേകിച്ചും ഷംന ഒരു ഫീമെയിൽ ഓൺട്രപ്രണർ ആദ്യമായിട്ടാണല്ലോ ഒരു പക്ഷെ ഒരു ഗോൾഡ് അല്ലെങ്കിൽ ഒരു ജ്വല്ലറി ബിസിനസ്സിൽ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഷംനയെ ഒരുപാട് ഇൻസ്പിറേഷൻ ആയിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവരെല്ലാം കൊണ്ടുവന്നത് ഷംന ഓരോ ഭക്ഷണം പറയായിരുന്നു. ഓരോരുത്തരും വീട്ടിൽ നിന്ന് ഇപ്പൊ കല്ലുമക്കായ പൊരിച്ചതൊക്കെയാണ് കൊണ്ടുവന്ന് കൊടുക്കണ്ടായിരുന്നു. അങ്ങനെ കുറെ സാധനങ്ങള് അവരുടെ സ്നേഹമാണ്. കണ്ണൂരിന്റെ കാര്യം എല്ലാവരും പറയുമല്ലോ, സ്നേഹിച്ചാൽ മറ്റേ നക്കിക്കൊല്ലും ഇല്ലെങ്കിൽ ഞെക്കിക്കൊല്ലും എന്ന് പറയണ അത് എപ്പോഴും എനിക്കിപ്പോ എപ്പോ വന്നാലും. റാന്തലിന്റെ കാര്യം പറഞ്ഞു, റാന്തലില് ഫിഷിന്റെ കാര്യം ഒരുപാട് പേര് റാന്തലിന്റെ കാര്യം പറഞ്ഞു. അവിടെ ലൈവ് ഫിഷിന്റെ കാര്യം ഞാൻ വന്നപ്പം എനിക്ക് അവിടെ നിന്ന് തന്നെ ദുബായിൽ നിന്ന് തന്നെ നാട്ടുകാർ പറഞ്ഞു വിട്ട കാര്യം റാന്തലിൽ പോയി കഴിക്കണേന്ന് പറഞ്ഞിട്ട് പറഞ്ഞായിരുന്നു.